റോഷൻ എന്നാണ് പേര് പറഞ്ഞത്. അവന് ഹിന്ദു മതക്കാരനാണ്, അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ ഇവരെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ്. അപ്പൊ ഞാൻ എന്റെ കുട്ടിയെ നോക്കിയാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഇവന് അവന്റെ പേര് റോഷൻ, ഷെനീദ്, SK അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. പല സ്ത്രീകളുടെയും കുടുംബം ഇവൻ ഇവന് ടാർഗറ്റ് ചെയ്തെന്ന് വെച്ചാല് ഈ ഗൾഫില് ഭർത്താക്കന്മാരുള്ളോല് അല്ലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകള്. ഇവന്റെ പേര് പല സ്റ്റേഷനുകളിലായിട്ട് ഉസ്താദാണ്. ഉസ്താദ് മതഭ്രാന്ത് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിന് ഏറ്റവും ഗതി വന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കണ്ടത് ജസ്ന എന്ന് പറയുന്ന യുവതിയുടെ വീഡിയോ ആണ്. ജസ്നയെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു യുവതിയാണ് ജസ്ന. അത് വൈറലാവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം യുവതി ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചു, അതാണ് കാര്യം. അത് ഒരു കലയാണെന്നോ അല്ലെങ്കിൽ ആ കല ആർക്കും മതം നോക്കാതെ ആർക്കും ചെയ്യാമെന്നോ ബോധമില്ലാത്ത കുറെ ആൾക്കാർ വൈറലാക്കിയതാണ്. നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ എന്താണെങ്കിലും ജസ്റ്റിന് ഭയങ്കര നല്ല രീതിയിൽ തന്നെ വൈറലായി. അങ്ങനെയാണ് ഞാനും വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഈ കലയെ മതത്തെ കൂടി കൂട്ടി കലർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം മുസ്ലിം യുവതി ആയിക്കോട്ടെ, ഹിന്ദു യുവതി ആയിക്കോട്ടെ, ക്രിസ്ത്യൻ യുവതി ആയിക്കോട്ടെ, അവർ ഏതെങ്കിലും ദൈവങ്ങളെ വരക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ജന്മനാ കിട്ടിയൊരു സിദ്ധിയാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ കലയിൽ അത് വരക്കുന്നത് നിങ്ങൾ ഇത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ അതൊന്നുമല്ല ഞാനിവിടെ പറയാൻ വന്നത്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറയുന്ന പെൺകുട്ടി സൈബർ ആക്രമണത്തിനിരയാണ്. അതായത് ഹണി ട്രാപ്പുകാരിയാണ് ജസ്ന എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്തകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ജസ്ന വിവരിക്കുന്നതാണ് ആ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ജസ്ന പറയുന്നതനുസരിച്ച് ഇവർ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നു. അതിനുശേഷം ഇവർക്ക് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതായത് അവർ പറയുന്നത് ഒരു മതം തലയ്ക്ക് പിടിച്ച ഒരാളാണ് അദ്ദേഹം. അവിടെ കുറേ വർഗീയമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് ആ ഒരു അതിൽ നിന്ന് അകന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ അവർ ഒറ്റപ്പെട്ടു. മറ്റു ഫാമിലികളായിട്ടുള്ള ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. എന്നിരുന്നാൽ അവർ ഈ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു. ആ ഒരു കലയായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ പറഞ്ഞത് അവരുടെ കുട്ടി ചെറുതായിരുന്നു, മകൻ ഉണ്ടായിരുന്നു, മകൻ ചെറുതായിരുന്നു, മകൻ മദ്രസയിൽ പഠിക്കുകയായിരുന്നു. പക്ഷേ മകന് പല പീഡനങ്ങളും മദ്രസയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്ത് തരം പീഡനമാണ് എന്നുള്ളത് അവർ വീഡിയോ അതിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അറിയില്ല. പക്ഷെ അവർ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവുന്നു. അങ്ങനെ കുട്ടിക്ക് മാനസികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നു. ആ ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ജസ്നയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ റോഷൻ എന്ന് പറയുന്ന വ്യക്തിയുമായി പരിചയപ്പെടുന്നത്. അദ്ദേഹം ഡോക്ടറാണെന്ന് പറഞ്ഞാണ് ജസ്നയെ പരിചയപ്പെടുന്നത്. ഈ ഡോക്ടറാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ഈ റോഷൻ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ മാനസികമായി ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, കുട്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അതുപോലെ കുട്ടിക്ക് ഭയങ്കര പേടി തട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ ചെയ്യാം. പക്ഷെ കുട്ടിയുടേതായ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അതുപോലെ കുട്ടിയോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരണം. കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജസ്നയെ റോഷൻ അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഒരു ഡോക്ടറല്ലേ, ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് കൺസൾട്ടേഷൻ വിളിക്കുന്നു. ഇവർ പോകുന്നു. ഇവരവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ പേഷ്യൻസോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ്റെതായ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ പേഷ്യൻസ് ഇല്ലേ, അതുപോലെ ഇവിടെ ഡോക്ടറിന്റെ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത്രേ, ഇത് ഞാനങ്ങനെ മാനസിക രോഗികളെ അതായത് വീട്ടിൽ വെച്ച് ചികിത്സിക്കാറില്ല, കാരണം അവരെപ്പോഴാണ് വയലന്റ് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ന്യായമാണല്ലോ, ആരാണെങ്കിലും വിശ്വസിക്കും. അപ്പൊ അങ്ങനെ അവരെപ്പോഴാണ് വയലന്റ് ആവുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇവിടെ വരാനും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവർ ക്ഷണിക്കുന്നു. അതിനുശേഷം അവർ പറയുന്ന അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും കെട്ടിയിട്ടവരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് പുറത്തു പറയാൻ കഴിഞ്ഞത് 2019 ഈ സംഭവം നടക്കുന്നത്. അവർക്ക് ഇത് പുറത്തു പറയാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ ഉമ്മയും പാപ്പയും ഒക്കെ ഉണ്ടെങ്കിലും അവരുമായിട്ട് അകന്ന് നിൽക്കണം. അവർ പ്രായമായ ആൾക്കാരാണ്, അവരുമായിട്ട് അകന്ന് നിൽക്കണം. കാരണം ഈ കുട്ടി ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ ഒരു ഈ ജസ്ന പറയുന്നതനുസരിച്ച് അവരുടെ സമുദായത്തിൽ നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല ആൾക്കാരും ഇവരുടെ ബാപ്പയോട് ചോദിക്കും, എത്ര നിങ്ങളുടെ മകൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്നോ. അതായത് ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് ഭയങ്കര തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതിപ്പോൾ എനിക്കറിയില്ല അത് സത്യമാണോ അല്ലാത്ത വാർത്തകളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ആ ചോദിച്ചവർക്ക് എന്താണെങ്കിലും
എന്താ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പടം വരക്കാന്ന് പറഞ്ഞത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ബാപ്പ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ ജസ്റ്റിന്റെ കാരണം. അപ്പൊ ഈ ഒരു വിഷയം കൂടി അറിഞ്ഞാല് അവർക്കൊക്കെ വീണ്ടും ബുദ്ധിമുട്ടാവും എന്നൊക്കെ കരുതി ഇവർ പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. മാത്രവുമല്ല ഇവരുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പൊ ഈ ഭർത്താവ് ഇവര് വീട് വെച്ചു, ലോൺ എടുത്താണ് വീട് വെച്ചത്. വീടിന് ജപ്തി നോട്ടീസൊക്കെ വന്നപ്പോഴാണ് ഭർത്താവ് ഗൾഫിൽ പോയതെന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു വാർത്ത ഭർത്താവിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി വരും. പിന്നെ വീടും ഉണ്ടാവില്ല, മാനം ഉണ്ടാവില്ല, എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്ന് കരുതിയാണ് ഇവർ അന്നത്തെ ആ ഒരു പീഡനം മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവര് ഈ റോഷൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയുമായി സംസാരിച്ചു. അമ്മ കാണാൻ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം അമ്മയെ കാണാൻ പോയി, അമ്മയുമായി സംസാരിച്ചു, അമ്മയോട് കരഞ്ഞ് കാലുപിടിച്ച് എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല ഈ റോഷൻ ജസ്റ്റിനെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി അത്ര. ഈ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഈ വീഡിയോ വെച്ചിട്ട് എനിക്ക് പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും, ഇത് പുറത്ത് പറഞ്ഞാൽ നിന്റെ കുട്ടികളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കി എന്നാണ് പറഞ്ഞത്. മാത്രമല്ല വീട്ടിൽ വരികയും വീട്ടിൽ വന്നും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റിൻ എന്ത് ചെയ്തു, ഈ റോഷന്റെ അമ്മയെ കാണാൻ ചെല്ലുന്നു. ഈ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു മറുപടി, എനിക്കൊന്നും ചെയ്യാനില്ല, 16 വയസ്സ് മുതൽ ഇവൻ ഇങ്ങനെയാണ്, ഇവനൊരു സൈക്കോയാണ്, എന്നെപ്പോലും ഉപദ്രവിക്കാറുണ്ട്, അവൻ ട്രീറ്റ്മെന്റ്, മാനസിക രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഈ റോഷന്റെ അമ്മ ജസ്നയോട് പറഞ്ഞത്. പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. അതിനുശേഷം ഈ പീഡനങ്ങളൊക്കെ തുടർന്നപ്പോഴാണ് ഇവർ പോയി കേസ് കൊടുത്തു. അത് കേസ് കൊടുക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ റോഷൻ തന്നെ ജസ്നയുടെ ബന്ധുക്കളെയും അതുപോലെ ഉമ്മയുടെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇന്ന പോലെ വീഡിയോ, അതുപോലെ ജസ്നയുടെ സിസ്റ്ററിന്റെ ഭർത്താവിനെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ട്, ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ വിളിക്കുകയും അതിനുശേഷം അവർ പറഞ്ഞുള്ള അറിവ് കൊണ്ട്, അപ്പം എന്തായാലും അവരൊക്കെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വീഡിയോസ് ഉണ്ട് ഞാൻ പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞത് അടിസ്ഥാനത്തിൽ ജസ്ന പോലീസിൽ പോയി കേസ് കൊടുക്കുന്നു. പക്ഷെ ജസ്ന പറയുന്നത് വെച്ചിട്ട് ജസ്ന പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഫെയറിൽ ഇട്ടിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്നയുടെ അടുത്ത് അഡ്രസ്സ് എവിടെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 2019 നടന്ന സംഭവമാണല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ പല തെളിവുകളും ഉണ്ടാവില്ല. അങ്ങനെ ഈ കേസ് കോടതിയിൽ വരുന്നു. പക്ഷേ കോടതിയിൽ വെച്ച് ഈ കേസ് തോറ്റുപോകുന്നു, ജസ്നയ്ക്ക് അനുകൂലമായിട്ട് വിധി വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ജസ്ന ആ കേസിൽ തോറ്റുപോയി. അതിനുശേഷം ഈ റോഷൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു FIR കൊണ്ടുപോയി സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ച് വൈറലാക്കിയിട്ട് ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അതിനുശേഷമാണ് ആ കുട്ടിക്ക് വളരെ രൂക്ഷമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും അതുപോലെ വീണ്ടും സമൂഹത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു അതിന് പ്രതികരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അവർ പറയുന്നുണ്ട് ഞാൻ ശ്രീകൃഷ്ണന്റെ പടം വരച്ച് ജീവിക്കുന്നത് കൊണ്ട് ഇനി അനുഭവിക്കാത്ത പ്രയാസങ്ങളൊന്നുമില്ല, അത്രമാത്രം സൈബർ ആക്രമണങ്ങളും അതുപോലെ സമൂഹത്തിൽ ചീത്ത എന്നുള്ള രീതിയിലൊക്കെ പല വീഡിയോസും പല കാര്യങ്ങളും ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, അവരൊരു ശ്രീകൃഷ്ണന്റെ പടം വരച്ചത് കൊണ്ട് അവരിങ്ങനെ ദ്രോഹിക്കുന്നത് ഒരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. കാരണം നമ്മൾ ഈ ഒരു കലയും മതവും എന്താണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം യഥാർത്ഥ മതവിശ്വാസികൾ ഒരിക്കലും തന്നെ മറ്റൊരു മതത്തിലൊരു ദൈവത്തിന്റെ പടം വരച്ചെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ആ കുട്ടി പറഞ്ഞൊരു കാര്യം, അതുപോലെ ഇപ്പൊ ഈ കുട്ടിക്ക് ക്രൂരമായ ഒരു പീഡനം ഏൽക്കേണ്ടി വന്നത് ശ്രീകൃഷ്ണന്റെ പടം വരച്ചിട്ടാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ആ കുട്ടിയുടെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ ആ കുട്ടിയോട് ചെയ്തൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ നമ്മൾ മതം കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ആ കുട്ടി പറയുന്നത് കൃഷ്ണന്റെ പടം വരച്ചുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ പടം വരച്ചത് കൊണ്ട് ഞാൻ ക്രൂരമായ ബലാത്സംഗത്തിന് വരെ ഇരയായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം അത് ആ ഒരു ഡോക്ടർ ചെയ്തൊരു ചതിയാണ്. പക്ഷെ അയാൾക്ക് ശിക്ഷ കിട്ടിയില്ല, FIR എഴുതി കോടതിയിൽ കേസ് പോയെങ്കിലും കേസ് പിന്തള്ളിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജസ്റ്റിന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ കൂടുതലുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. മാത്രമല്ല എനിക്ക് ആ ഒരു വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ വലിയ തെറ്റൊന്നും ചെയ്തതായിട്ടൊന്നും നമുക്ക് അവർ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇനി രണ്ടുപേരുടെയും ഭാഗം കേട്ടാലാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഒരു ശ്രീകൃഷ്ണന്റെ പടം വരക്കുന്നത് കൊണ്ട് അവരെ പിന്നാലെ നടന്ന് അവർ വേട്ടയാടുന്നത് അത് തികച്ചും തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ ആ കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്,
ഈ ഒരു ക്രൂരമായ പീഡനമേറ്റത് കുട്ടി ശ്രീകൃഷ്ണന്റെ പടം വരച്ചിട്ടല്ല, അത് ആദ്യം മനസ്സിലാക്കുക. കാരണം ഈ ഒരു ട്രാപ്പിൽ പെട്ടതാണ്, അവർ ട്രാപ്പിൽ പെടുത്തിയതാണ്. അത് കൃഷ്ണന്റെ പടം വരച്ചത് കൊണ്ടല്ല കേട്ടോ, നിങ്ങളെ അവർ ട്രാപ്പിൽ പെടുത്തിയതാണ്. പക്ഷെ അതിൽ നിങ്ങൾ പോലീസുകാർ നിങ്ങളെ FIR ഇട്ടു എന്നൊക്കെ പറഞ്ഞാലും കോടതിയിൽ നിന്ന് പോലും ആ ഒരു കേസ് തള്ളിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒന്നില്ലെങ്കിൽ അയാളൊരു മാനസിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ തെളിവുകൾ 2019 നടന്ന കേസാണെന്ന് പറയുന്നു, തെളിവുകളുടെ അഭാവമോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് നീതി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നീതി കിട്ടട്ടെ, ഉന്നതമായ ഉദ്യോഗസ്ഥർ ഈ ഒരു ഇത് കണ്ടിട്ട് വീണ്ടും ഇതിനൊരു അന്വേഷണം ഉണ്ടാവട്ടെ, അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.